ഇവിടെ വേറെ ഒരു അസ്സലാമു അലൈക്കും, ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എൻ്റെ ചിരി കണ്ടിട്ട് ആരും ഞെട്ടിപ്പോരുത്. ഞാൻ അങ്ങനെയാണ് ചിരിക്കാറ്. ചിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനസ്സ് തുറന്നങ്ങ് ചിരിക്കുക എന്നൊക്കെ പറയില്ലേ. ഇന്ന് നമുക്ക് സൺഡേ വ്ലോഗാണ്. ഇക്ക വന്നിട്ടുണ്ടായിരുന്നു സാറ്റർഡേ നൈറ്റ്. മൂപ്പര് പോയി പാലൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഇമാതിരി ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഞാൻ ഭയങ്കര തടിച്ചിയാണ് അല്ലേ. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സ് ഇപ്പോൾ വ്ലോഗിൽ ഇങ്ങനെ കൂടുതലായിട്ട് കാണിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ചെറിയ ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ മനസ്സിലാവുമല്ലോ. അപ്പം നല്ല തടി തോന്നിക്കുന്ന ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തടി തോന്നിക്കാത്ത ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അന്തം വിടും. ഇല്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇതൊക്കെ കുറച്ച് കാലമായിട്ട് എടുത്ത് വെച്ചതാ. ഇനി അങ്ങോട്ട് എടുത്തിടാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം എന്തായാലും ചായ വെക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. ചായ എല്ലാം കുടിച്ചിട്ട് നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങണം. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. സൺഡേയും കൂടിയല്ലേ, ഒത്തിരി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നലെ എനിക്ക് വ്ളോഗ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇന്ന് ഞാൻ അത്യാവശ്യം വലിയ വ്ളോഗ് തന്നെ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് ഞാൻ 6 കപ്പ് ചായ വെച്ചിട്ടുണ്ട്. എന്നോട് ചായ ഗ്ലാസ് ഒന്ന് പൊട്ടിപ്പോയെങ്കിൽ എന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്നറിയോ? ഓരോ ദിവസം ഓരോ മോഡൽ, ഓരോ ഇതുപോലത്തെ മോഡലല്ല, ഓരോ ക്വാണ്ടിറ്റി ചായയാണ് ഞാൻ വയ്ക്കാറ്. അപ്പം എനിക്ക് എന്തായാലും പാല് അളന്നെടുക്കാൻ ഗ്ലാസ് അത്യാവശ്യമാണ്. പിന്നെ പിള്ളേരുടെ ഇതൊക്കെ ഒന്ന് ചായക്കൊന്ന് അരിച്ച് ആറ്റി കൊടുത്തു. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ ചായയിൽ പെട്ടെന്ന് ആട കിട്ടും കേട്ടോ. നല്ല പാല് യൂസ് ചെയ്തിട്ട് നമ്മൾ ചായ വെക്കണോണ്ടാണ് പെട്ടെന്ന് തന്നെ ആട കിട്ടും. നമ്മൾ 2 മിനിറ്റും കൂടെ വേണ്ട, 1 മിനിറ്റ് മതി. പ്രത്യേകിച്ച് രാവിലത്തേക്ക് ചായയിൽ പെട്ടെന്ന് ആട കിട്ടും കേട്ടോ. അപ്പം എന്തായാലും ഞങ്ങൾ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചായ എല്ലാം കുടിച്ച്. ഇന്നലെ ഞാൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കോഴിയും കുമ്പളങ്ങയും ഇട്ടിട്ട് നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഇടിയപ്പം ഉണ്ടാക്കാന്ന്. അപ്പം ഇങ്ങനെ സംസാരിച്ചപ്പോൾ പത്തിരിയും കൂടെ വേണം എന്നുള്ളൊരു ഇതായി. അതായത് പത്തിരി കുറേ കാലമായില്ലേ പത്തിരി ഉണ്ടാക്കിയിട്ട്. അപ്പം ഞാൻ കുറച്ച് ഇടിയപ്പം കുറച്ച് പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ചു. വളരെ കുറച്ച് ഇടിയപ്പം, കാരണം ഉപ്പ പത്തിരി കഴിക്കൂല. അപ്പം ഞാൻ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ നല്ല പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും രാവിലെ തന്നെ ഞാൻ എടുക്കുന്നില്ല, പൊറോട്ട അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം ലിസ്റ്റ് എഴുതാണ്. സൺഡേ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് ലിസ്റ്റ് എഴുതണം. അപ്പൊ നേരത്തെ ഞാൻ ചിരിച്ചത് ഇതായിരുന്നു കേട്ടോ. എന്താ സംഭവം വെച്ചാ, അവനക്ക് ബൂട്ട് വേണം കേട്ടോ. അപ്പൊ അവനിങ്ങനെ അത്താൻ്റെ അടുത്ത് പോയിട്ട് ഭയങ്കര ടെൻഷനിൽ. ഇപ്പോൾ അവന് ഫുട്ബോളിൽ ചേർന്ന പിന്നെ 2ാമത്തെ ബൂട്ടാണ് കേട്ടോ വാങ്ങിച്ചു കൊടുക്കണത്. 3ാമത്തെ 2എണ്ണം കഴിഞ്ഞു, ഇത് 3ാമത്തെ. അപ്പോൾ പെട്ടെന്ന് തന്നെ കേടുവരില്ലേ. ഭയങ്കര ടെൻഷനോടെ പോയി ചോദിച്ചിട്ട് അവന് ആകെ വേർത്ത് കുളിച്ച് അത് എൻ്റെ അടുത്ത് വന്ന് പറയാണ് കേട്ടോ. അപ്പൊ ഞാൻ ചിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ പൊതുവേ എന്ത് ചെയ്യുന്നറിയോ, അവരുടെ കാര്യങ്ങൾ തന്നെ. പണ്ട് ഞങ്ങളൊക്കെ തറവാട്ടിലിരിക്കുന്ന സമയത്ത് ഉപ്പന്മാരോട്, അന്നൊക്കെ ഇങ്ങനെ ആണുങ്ങള് ഉപ്പന്മാരോട് മിണ്ടാൻ ഭയങ്കര, പണ്ടത്തെ കാലത്ത് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ആൺകുട്ടികളാണെങ്കിലും വേഗം വന്ന് ഉമ്മമാരോടാണ് കാര്യങ്ങൾ പറയുക, ഉപ്പന്മാരോട് പറയാൻ ഭയങ്കര ഇതായിരിക്കും. അപ്പൊ ആ ഒരു സിസ്റ്റം എന്തായാലും ഇനി വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ മക്കളോട്, എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ഫസ്റ്റ് അത്താൻ്റെ അടുത്ത് പറയണം. അത്ത മീൻസ് ഫാദർ കേട്ടോ, നമ്മളവിടെ അത്താന്നാ വിളിക്കുക. പറയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് ശീലിപ്പിക്കുക കേട്ടോ. രണ്ടുപേർക്കും വലുതാക അവര് ഉണ്ടല്ലോ, എൻ്റെ അടുത്താണ് വന്ന് കൂടുതൽ ഷെയർ ചെയ്യുക. അത് പൊതുവെ ആൺകുട്ടികൾ അങ്ങനെയാണ്, പക്ഷെ ഇവിടെ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറയിപ്പിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളായിട്ട് പോയി പറയാ. എന്നോട് പറഞ്ഞിട്ട് ഞാനായിട്ട് അവിടെ പോയി പറയത്തില്ല എന്ന് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് അവരോട് പറഞ്ഞിട്ടുള്ള കാര്യം. പിന്നെ എൻ്റെ ഒരു ബാഡ് ഹാബിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ അവര് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ കയറും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വഴക്ക് പറയുമ്പോൾ അതെന്തിനാ അങ്ങനെ പറയണം, അങ്ങനെ ഇങ്ങനെ, അതെല്ലാ ഉമ്മമാർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അല്ലേ. അപ്പൊ ഞാനും ആ ഒരു ശീലം മാറ്റിയെടുക്കണം വിചാരിച്ചിട്ടുണ്ട്. അതായത് അവിടെ ഞാൻ പോയി നിൽക്കുന്നേ ഇല്ല, അവരെന്തോ പറയട്ടെ, പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പോവാ. കാരണം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ തോന്നും. അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു പാരന്റിങ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ.
അതായത് നമ്മുടെ ഫാദറും മദറും ഒരുമിച്ച് നിൽക്കണം. കുട്ടികളെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ്. ഇപ്പോഴൊക്കെ കുറേ മോട്ടിവേഷനും അതും ഇതൊക്കെ ആയിട്ടുള്ള കുറേ റീൽസും കാര്യങ്ങളൊക്കെ വരാറുണ്ടല്ലോ. അതിൽ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്നിലുള്ള ഒരു ബാഡ് സ്വഭാവം അതാണ്. അത് ഞാൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്കും ഇക്കാക്കും തന്നെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ കുട്ടികൾ പിന്നെ നമ്മുടെ അഭിപ്രായത്തിന് ഒരു വിലയും തരൂല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ എനിക്ക്. അതുകൊണ്ട് തന്നെ അത് ഞാൻ ഏറെക്കുറെ മാറ്റി കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ വെക്കുന്ന ചായ മാത്രം എനിക്കിഷ്ടമുള്ളൂ. പുറത്തു പോയാൽ ഞാൻ ചായ കുടിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്നെ പോലെ സ്വഭാവമാണ് തോന്നുന്നു കേട്ടോ മുപ്പത്തിയാർക്ക്. അപ്പൊ എന്തായാലും ഞാൻ ചായന്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നോട് ചായ എങ്ങനെ ഉണ്ടാക്കുന്ന ചോദിച്ചില്ലേ, മുപ്പത്തിയേര് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് കമന്റ് ചെയ്യണം കേട്ടോ, മറക്കരുത്. എന്നോട് എന്നിട്ട് FB-യിൽ ആരോ ഇത്രയും ഗതികെട്ടവർ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് ചായന്റെ റെസിപ്പിയൊക്കെ ചോദിക്കുന്ന ആൾക്കാരോ എന്നുള്ള ഒരു രീതിയിൽ കേട്ടോ. അത് കണ്ടപ്പോ ഞാൻ ചെയ്തത് ഭയങ്കര ഇതായിപ്പോയോ എന്ന് വരെ എനിക്ക് തോന്നി. അപ്പൊ എന്തായാലും ഇന്ന് മട്ടൻ ബിരിയാണി ഉണ്ടാക്കണം ഫസ്റ്റത്തെ കാര്യം ഉച്ചയ്ക്ക്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പത്തിരി ഇടിയപ്പം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നെയ്സ് പത്തിരി ഞാൻ ഉണ്ടാക്കുന്ന വിധം ഞാൻ കാണിക്കാം. എല്ലാവരും ഉണ്ടാക്കണ പോലെ തന്നെയാണ്. അപ്പൊ ആദ്യം തന്നെ ഞാനിവിടെ ഇടിയപ്പത്തിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മാവൊക്കെ എടുത്ത് ഉപ്പിട്ടിട്ട് അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഉപ്പാക്ക് വേണ്ടി മാത്രമല്ല, കുറച്ചങ്ങ് ഉണ്ടാക്കുന്നുണ്ട്. പത്തിരി കഴിക്കാത്തോണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പൊ വേഗം അതൊന്ന് സെറ്റാക്കി. എനിക്കിപ്പോ ഇടിയപ്പം കുറച്ചൊരു ഈസി ആയിട്ട് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ആ തിരിച്ചിറക്കുന്ന സാധനം ഉള്ളത് കൊണ്ടാണ് മേ ബി. എന്താ പറയാ, അല്ലെങ്കിൽ എനിക്ക് പീച്ചാനേ കിട്ടില്ല കേട്ടോ. മറ്റേത് എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു സംഭവം ഇടിയപ്പം ഉണ്ടാക്കല് എന്ന് പറയണേ. കൈ വേദനയൊക്കെ ഉണ്ടാവും, ഇല്ല എന്നല്ല, പക്ഷെ എനിക്കത് ഫിനിഷ് ആക്കാൻ പറ്റാറുണ്ട്. പിന്നെ ജിനി മലബാറിലുള്ളവര് പിഷ്ക് കൊണ്ടല്ല, അവർക്ക് ബ്ലാക്ക് ടീ ആണ് ഇഷ്ടം, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കണ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് വീടുകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ടോ, ഇത്രയും പാലൊക്കെ എന്തിനാ, എത്ര ക്യാഷ് കൊടുക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ബ്ലാക്ക് ടീ ആണ് ഇഷ്ടം എന്നുള്ളത് നമുക്കറിയാം, എന്നാലും ചെറിയ ആരൊക്കെയോ പിഷ്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ആ ടോപ്പിക്ക് വിടാം, വെറുതെ എന്തിനാ വടി കൊടുത്ത് അടി മേടിക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാണ്. എൻ്റെ ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അത് കാരണം ഇങ്ങനത്തെ ചട്ടിയാണ് എടുത്തത്. ഇതിലാണ് ഞാൻ ആദ്യമൊക്കെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഇതിൽ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പുതുമ തോന്നിട്ടോ, കുറെ കാലത്തിന് ശേഷം ഉണ്ടാക്കിയപ്പോൾ. പിന്നെ നെയ്സ് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രത്തില് ഒരു ഇത്രയും പൊടിയാണ് കേട്ടോ എടുത്തിരുന്നത്. പക്ഷെ വെള്ളം ഫുള്ള് എടുത്തിട്ടുണ്ട്. പിന്നെ ഓയിലും നമ്മൾ ഉപ്പ് ഇട്ടിട്ട് ഇത് തിളച്ച് വന്ന ശേഷം പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ, അരിപ്പൊടി. വാട്ടണ അവിടെ തന്നെയാണ്. നമുക്ക് ഇവിടെ ഭയങ്കര ഇത് കേട്ടോ, നന്നായിട്ട് വാട്ടിയെടുക്കണം. അടച്ചു വെച്ചിട്ട് പൊടി നല്ലോണം വേവണം. കയ്യിലൊട്ടാത്ത വിധത്തിൽ വേണം നമുക്കിത് സെറ്റാക്കി എടുക്കാൻ. കണ്ടില്ലേ, ഈ ഒരു പത്തിരി ഉണ്ടാക്കാൻ നിന്നാ പിന്നെ അങ്ങ് ഉണ്ടാക്കും. പക്ഷെ ഇടക്ക് ഇങ്ങനെ പത്തിരി ഉണ്ടാക്കലിലോട്ട് അങ്ങോട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയില്ലേ, അതാണ് എന്റെ പ്രശ്നം. അപ്പൊ കയ്യിലൊന്നും ഒട്ടുന്നില്ല. സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതാവും. ഞാൻ പിന്നെ ഫ്ലെയിമൊക്കെ ഓഫാക്കി കുറച്ച് പൊടി എടുത്തിട്ടുള്ളൂ ഞാൻ കുഴച്ചെടുക്കാറ്. നല്ല ചൂടല്ലേ, അപ്പൊ കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് പച്ചവെള്ളം നമ്മൾ അടുത്ത് തന്നെ വെക്കണം കേട്ടോ ഒരു പാത്രത്തില്, അല്ലെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ പൊള്ളും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ കൈ പൊള്ളില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കയ്യിലൊട്ടാണ്ടിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കും. എന്നിട്ട് ലാസ്റ്റ് ആയിട്ട് ഫുള്ളായിട്ട് ആ ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് കുഴച്ചെടുക്കുക ചെയ്യണത്. പിന്നെ ഉമ്മ അവിടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും എനിക്ക് റെഡിയാക്കി തരുന്നുണ്ട്. ഈ വ്ളോഗ് മൊത്തം എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റുമോന്ന് അറിയില്ല, എന്നാലും മാക്സിമം ഞാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ പത്തിരി ഇതുപോലെ പരത്തിയെടുക്കുക, ചുട്ടെടുക്കുക. എൻ്റെ പത്തിരി ഇത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് പത്തിരി പരത്തുകയാണെങ്കിലും ചപ്പാത്തി പരത്തുകയാണെങ്കിലും നിറയെ പൊടി വേണം. അതെന്താന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ ജിനിന്റെ കാലും കൈയും അധികം തടിയില്ലാലോ. ഇല്ല മുത്തേ, കോഴിക്കൈയും കോഴിക്കാലും എന്ന് പറയൂ കേട്ടോ. എന്നെ പണ്ട് കളിയാക്കും എല്ലാരും. ഇല്ല, എനിക്ക് അധികം തടിയില്ല, അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് കുറയ്ക്കണമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചേക്കുന്നത്. കാരണം കാല് തടിയില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി കഴിഞ്ഞാലേ നമ്മുടെ വെയിറ്റ് താങ്ങത്തില്ല. അപ്പോൾ അതും
കൂടിക്കൊണ്ടാണ് കേട്ടോ. ജിനിതയുടെ കയ്യിൽ പുഷ് ചോപ്പർ ഉണ്ടായിരുന്നില്ലേ, അതിപ്പോ യൂസ് ചെയ്യാറില്ലേ, അത് എങ്ങനെയുണ്ട്? പുഷ് ചോപ്പർ കുഴപ്പമില്ല, നല്ലത് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല. അതുണ്ട് കേട്ടോ, കേടൊന്നും വന്നിട്ടില്ല, യൂസ് ചെയ്യാറില്ല. എൻ്റെ കയ്യിൽ ഈ ഫുഡ് പ്രോസസ്സർ ഉള്ളത് കൊണ്ട് എനിക്ക് 1 മിനിറ്റ് കൊണ്ട് ഇതിലെല്ലാ കാര്യങ്ങളും സെറ്റാക്കാൻ പറ്റും. പ്രത്യേകിച്ച് സാലഡിനും അതേപോലെ കോഴിക്കറി ബിരിയാണിക്കൊക്കെ വെക്കാൻ പറ്റിയ എല്ലാ ഐറ്റംസും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഉള്ളിയുടെ തൊലിയൊക്കെ എടുത്തിട്ട് മോന് അവിടെ കൊണ്ടുപോയിടുകയാണ്. ഞാൻ അവൻ്റെ അടുത്ത് അവിടെ ഫോണൊക്കെ സെറ്റാക്കി എല്ലാം നീ ചെയ്യട്ടോ, എനിക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓടി ചാടി എല്ലാതും എനിക്ക് ചെയ്തു തരികയാണ് കേട്ടോ. ആള് സ്മാർട്ടാണ്, ഹെൽപ്പ് ചെയ്യും, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഭയങ്കരമായിട്ടുണ്ട്, പാവാണ് രണ്ടാളും കേട്ടോ. പക്ഷെ ഇവനോട് ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, റിഹാനോട് ഒരു 10 പ്രാവശ്യം പറയണം. അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവൻ കഴിക്കാനിരുന്നു. ഞാനിവിടെ ഉമ്മയും ഉപ്പയും എല്ലാവരും കഴിക്കട്ടോ. ആ ഷോട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ സാലഡ് ഉണ്ടാക്കി എടുക്കണം. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാണ്. ഈ സംഭവം തന്നെയാണ് ഞാൻ ഇന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ചോപ്പ് ചെയ്ത ഉള്ളിയും ക്യാരറ്റും പച്ചമുളകും കുറച്ച് പൈനാപ്പിളും പിന്നെ കക്കരിക്കട്ട് ഉപ്പിട്ട് കുറച്ച് മല്ലിയിലൊക്കെ തൂവി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് റെഡി കേട്ടോ. ഇത് വെയിറ്റ് ലോസിനും സംഭവം സെറ്റാണ്. അപ്പൊ എന്തായാലും ഞാൻ വേഗം അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു മട്ടന്റെ ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി വെച്ചു, ചിക്കൻ ഫ്രൈയും ചെയ്തു കേട്ടോ. അതിന്റെ ബിരിയാണിയുടെ റെസിപ്പി ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ഒരുപാട് കാണിച്ചതാണ്. ഇനി എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ വീണ്ടും കാണിക്കാം. അങ്ങനെ ഉപ്പയും റിഹാൻ ഇന്ന് ഫ്രണ്ട്സിന്റെ കൂടെ എന്തോ സിനിമയ്ക്ക് പോകണം, അനിമിയോ എന്തോ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനു വേണ്ടി റെഡി ആയതാട്ടോ. അവൻ ഞങ്ങളില്ലാണ്ട് 2ാമത്തെ ടൈമാണ് സിനിമയ്ക്ക് പോകണം. ഞങ്ങൾ ഒരുപാടൊന്നും പോവാറില്ല, എപ്പോഴെങ്കിലും ഒക്കെ ഒരു സിനിമയ്ക്ക് കാണാറുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ട് കുട്ടികൾക്കൊക്കെ കാണണം എന്ന് പറയുമ്പോൾ നമ്മൾ പോയി കാണാറുണ്ട്. അപ്പൊ പത്തിരിയും ചിക്കൻ കറിയൊക്കെ റെഡി. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കണത് ഇതാണ്. എന്നിട്ട് ഉപ്പ എന്നോട് ഇതൊക്കെ ഉണ്ടാക്കൽ മാത്രമാണോ നിന്റെ കടമ, എനിക്ക് കഴിക്കാനൊന്നും വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് എന്തായാലും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ചെങ്കിലും ഞാൻ കഴിക്കും, അപ്പൊ രാവിലെ കഴിക്കണ്ട, പിന്നെ രാത്രി ഞാൻ ഫുഡ് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഇതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കുക. അപ്പൊ ഇന്ന് ഞാനൊരു റോബസ്റ്റും പിന്നെ തണ്ണിമത്തൻ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ എടുക്കാൻ ബെസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ വയറ് പെട്ടെന്ന് ഫില്ലാകും, അപ്പൊ നമുക്ക് ഫുഡൊന്നും വേണമെന്ന് തോന്നുകയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ശരിക്കും പറഞ്ഞാല് 16ാമത്തെ ഈ വ്ളോഗ് ഔട്ട് ചെയ്യുമ്പോൾ 16ാമത്തെ ഡേ ആണ് ഞാൻ ഡയറ്റിങ് തുടങ്ങിയിട്ട്. എനിക്ക് ആദ്യം ഉണ്ടായ ഒരു വ്യത്യാസം എന്നതല്ലാണ്ട് പിന്നീട് ഒരു വ്യത്യാസം എനിക്ക് വന്നിട്ടില്ല. പക്ഷെ പതുക്കെ വരുമായിരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെയല്ലേ. അപ്പോൾ ഇക്കാക്ക് പിന്നെ പൊറോട്ടയും ചൂടായി കൊടുക്കുക വിചാരിച്ചു. ഇക്ക രാത്രി ഇതുപോലെ ഫുഡ് കഴിക്കാറില്ല കേട്ടോ, എന്തേലും ഫ്രൂട്ട്സ് എന്തേലും കഴിക്കുന്നല്ലാണ്ട്. പിന്നെ കറിയൊക്കെ ചൂടാക്കി ബാക്കി എല്ലാവരും കഴിച്ചു. മൂപ്പര് കുളിയൊക്കെ കഴിഞ്ഞ് വരണേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇക്കാന്റെ പൊറോട്ട ക്രിസ്പി ആക്കിയിട്ട് എടുക്കണം, അതാണ് ഇഷ്ടം. പിന്നെ പത്തിരിയും ഇതും വേണമെങ്കിൽ കഴിക്കാം എന്നുള്ള രീതിയിലാണ്. പൊറോട്ട കേരളത്തിലുള്ള എല്ലാവർക്കും എന്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ പൊറോട്ട ഉണ്ടെങ്കിൽ ഫസ്റ്റ് പൊറോട്ട എടുക്കാനാലും എല്ലാവർക്കും ഇഷ്ടം. ഞാനും ഭയങ്കര പൊറോട്ട ഭ്രാന്തിയാണ്. ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്തെന്ന് പഠിച്ചവനെ അറിയുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും എനിക്ക് തോന്നി എനിക്ക് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് കിട്ടിയിട്ടുണ്ട് തോന്നി. അത് ഞാനായിട്ട് കളയുന്നില്ല. പിന്നെ നമ്മൾ ഉള്ളിയൊന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മട്ടൻ ഗ്രേവി ആട്ടോ ഉണ്ടാക്കുന്നത്. സ്ലൈസ് ചെയ്ത ഉള്ളി ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ്, അത് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മട്ടൻ ഗ്രേവിയിലോട്ട് ഞാനിവിടെ പട്ട ഗ്രാമ്പു ഏലക്ക വലിയുള്ളി ചോപ്പ് ചെയ്തതും ഉപ്പും ഇട്ടിട്ട് ഇത് നല്ലപോലെ ആവണം കേട്ടോ. അതിനുശേഷം 2 തക്കാളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് കറിവേപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മല്ലിയിലയും ചേർത്തി കൊടുക്കാം. ഞാനിവിടെ ആദ്യം തന്നെ കറിവേപ്പിലയാണ് ചേർത്തി കൊടുക്കുന്നത്, കുറച്ചധികം തന്നെ ചേർത്തിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് ഇവിടെ ചേർത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും പിന്നെ മീറ്റ് മസാലയും കുറച്ച് കുരുമുളക് പൊടി. പിന്നെ ഇത് മുഴുവൻ മല്ലി ഞാൻ പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതും പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കയും കൂടെ പൊടിച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുഴുവൻ മല്ലി പൊടിച്ച് എടുക്കുമ്പോൾ ഉണ്ടല്ലോ
പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും കേട്ടോ. ഒന്ന് വറുത്ത് പൊടിച്ചാൽ പിന്നെ പറയേ വേണ്ട. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മല്ലിപ്പൊടി കഴിയാനായിട്ടുണ്ടായിരുന്നു, മുഴുവൻ മല്ലി ഉണ്ടായപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്തതാണ് കേട്ടോ ഞാൻ. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മസാലയൊക്കെ എല്ലാ ഭാഗത്തും വരുന്ന വരെ ഒന്ന് വഴറ്റി സെറ്റാക്കി, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അല്ലാണ്ട് തന്നെ ഞാനിത് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു. മട്ടനിലും ബീഫിലൊക്കെ അതിൽ തന്നെ വെള്ളം വരും, ചിക്കനിലും വരും കേട്ടോ. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കണ്ട. ഇവിടെ വിസിൽ വന്നിട്ടുണ്ട്. ഒരു 2 വിസിൽ മതിയായിരുന്നു കേട്ടോ ഈ മട്ടൻ വേവാന്. അത്രയും സൂപ്പർ മട്ടൻ ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മളിവിടെ നമ്മുടെ സ്വന്തം റൗത്തർ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. പിള്ളേർക്ക് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് കാണാൻ തന്നെ ഇഷ്ടം, പിള്ളേർക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ മലബാർ ബിരിയാണി കഴിക്കാൻ പൂതിയാവുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് ബിരിയാണി കഴിക്കാൻ നല്ല പൂതിയാവുന്നുണ്ട്. അപ്പം ഞാൻ ഇനി ബീഫ് എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോൾ അങ്ങനെ വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. കുറേ കാലമായി അത് കഴിച്ചിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കനിലോട്ട് മസാല ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ മസാല അത് തന്നെയാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് സെറ്റാക്കി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സോയാ സോസും ഉപ്പും വെളിച്ചെണ്ണ തൈര് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി, ചാറ്റ് മസാല, ചിക്കൻ മസാല, മുളക് പൊടി, പിന്നെ പൊടിയായിട്ട് കോൺഫ്ലവറോ അല്ലെങ്കിൽ നമുക്ക് കടലമാവോ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് പുറത്ത് തന്നെ വെക്കുകയാണ്, കാരണം പെട്ടെന്ന് മസാല പിടിച്ചോളും. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പുറത്ത് നമ്മുടെ ബിരിയാണി ഇതാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തിരി ഇളക്കാൻ ഞാൻ കുറച്ച് വൈകിട്ടാ, പിന്നെ നല്ലോണം സിമ്മാക്കിയിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഈ ബിരിയാണി കാണാൻ നല്ല മൊഞ്ചാണ്. ഈ ബിരിയാണിയിൽ മുളക് പൊടി ഇടുവോ, ഇത് ബിരിയാണിയാണോ ഇറച്ചിച്ചോറാണോ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻ ഇപ്പോഴും വരാറുണ്ട്. അങ്ങനെ മട്ടൻ ഇവിടെ നല്ല പോലെ വെന്ത് കുക്കായിട്ടുണ്ട്. ഇതൊന്നും കൂടെ വറ്റിച്ചെടുക്കണം കേട്ടോ നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. മൺചട്ടിയിൽ കിടന്ന് ഒന്നും കൂടെ ആവട്ടെ, അപ്പം അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ്. ബിരിയാണി ഇതാ ഇവിടെ സൂപ്പറായി വന്നിട്ടുണ്ട്. മട്ടനൊക്കെ സൂപ്പറായി വന്നിട്ടുണ്ട്. അയ്യോ കൊതിയാവുന്നു എനിക്ക്. ഞാൻ എന്തായാലും ഒരു പീസ് വായിലിടട്ടെ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ ചിക്കൻ പൊരിക്കലും ബിരിയാണി വിളമ്പലും ഒക്കെ. അപ്പൊ ചിക്കൻ ഞാൻ ചെറിയ പീസാക്കിയിട്ടാണ് ഇവിടെ മസാല ആക്കിയിട്ടുള്ളത്. സംഗതി സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കനും. എന്തായാലും ഞാൻ മസാല വീഡിയോ ഒരു ദിവസം കാണിക്കാം. അതിന്റെ മുകളിൽ ആ കോട്ടിംഗ് ഒക്കെ നല്ല പോലെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് പാലക്കാടൻ സ്പെഷ്യൽ കോഴിയും കുമ്പളങ്ങയും ചാറ് ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചിട്ടുണ്ട് കുറെ, എന്നാലും ഉണ്ടാക്കുമ്പോൾ വീണ്ടും ഒന്ന് കാണിക്കാം. പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ അല്ലേ. അതേപോലെ ചാനൽ കാണുന്നവർ എന്തായാലും ഒന്ന് ഹൈപ്പ് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് ഭയങ്കര കുറവാട്ടോ, ഭയങ്കര മോശമാണ്. നിങ്ങൾ വീഡിയോസ് ഇത്രയും ആൾക്കാർ കണ്ടിട്ട് ലൈക്ക് എന്താ ചെയ്യാത്തത്? ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അതേപോലെ ജിനിയുടെ ചായ കുടിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, അങ്ങോട്ട് വരട്ടേന്ന്. ചായ കുടിക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾക്ക് നഷ്ടമല്ലേ. അപ്പോൾ എന്തായാലും റിഹാൻ വരച്ച എന്താ പറയുക ഡ്രോയിങ് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു. അവനോട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ടൊക്കെ. അവൻ ഭയങ്കര മടിയനാട്ടോ ആ കാര്യത്തിൽ. ഒന്നാമത് സമയമില്ല, മടിയെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. രാവിലെ എണീച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലോട്ട് വരുന്നത് 7:30 ആവും കേട്ടോ വൈകുന്നേരം. അത് കഴിഞ്ഞിട്ട് ജിമ്മ് അത് ഇത് പറഞ്ഞിട്ട് 9-10 മണി വരെ അങ്ങനെ ബിസിയും. അപ്പം എന്തായാലും നമുക്കിതാ ഇതിൻ്റെ റെസിപ്പി നോക്കാം അല്ലേ. എണ്ണ ചൂടാക്കി പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് കൊടുത്തിട്ട് 3 വലിയുള്ളിയും കറിവേപ്പിലയും പിന്നെ പച്ചമുളകും മല്ലിയിലേക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം കേട്ടോ. ഞാൻ ഈ ഒരു കറികളൊക്കെ വരുമ്പോൾ ക്വാണ്ടിറ്റി കൂടാറുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 3 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരട്ടെ. അപ്പം നമുക്ക് അടച്ചു വെക്കാം കേട്ടോ, പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. പൊടികളായിട്ട് ഞാനിവിടെ മുളക് പൊടി, പിന്നെ സാധാരണ മുളക് പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ സ്വന്തം ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ടാണ് ഇത്രയും പൊടികൾ, ഇല്ലെങ്കിൽ കുറച്ച് കമ്മിയാക്കാം കേട്ടോ. പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വീണ്ടും കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ പൊടി ഇട്ട് കൊടുത്ത് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. ലോങ് വീഡിയോ കാണാത്തവർ ഒരുപാട് പേരുണ്ടല്ലോ. ഏകദേശം 1 കിലോ ചിക്കൻ ഉണ്ടാവും. പാർട്സും എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലോട്ട്. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ചിക്കനിലോട്ട് മസാല പിടിക്കണ വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോഴത്തേക്കും എന്താ പറയുക ചിക്കൻ ഒന്ന് ചെറുതായിട്ട് വേവുകയും ചെയ്യും കേട്ടോ.
പിന്നെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഉരുളക്കിഴങ്ങും കുമ്പളങ്ങ നല്ല കല്ല് കുമ്പളങ്ങ വേണം. പിന്നെ വഴുതനങ്ങയൊക്കെ കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെയൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് കുമ്പളങ്ങ ഇതാ ഈ ഒരു ലെവലിൽ നമുക്ക് മുറിച്ചെടുക്കാം, ഈ ഒരു വലുപ്പത്തിൽ. പിന്നെ ഉരുളക്കിഴങ്ങ് അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഈ മസാല എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം. വീണ്ടും അടച്ചു വെക്കുക തന്നെയാണ് കേട്ടോ ചെയ്യണത്. വെള്ളമൊക്കെ ഒഴിച്ചെടുക്കണ്ട, ചുടുവെള്ളം റെഡിയാക്കി വെച്ചോട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഇതിന്ന് വെള്ളമൊക്കെ കിനിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പുറത്ത് ചെറിയ ചൂടുള്ള വെള്ളം റെഡിയാണ്. നമുക്ക് അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അതിന് മുമ്പായിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് മൂടി വെക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കും കൂടെ ചെയ്യണം. ഇനി നമുക്ക് ആ ഉരുളക്കിഴങ്ങും കോഴിയും വേകുമ്പോഴത്തേക്കും ഇതിലെ കുമ്പളങ്ങയും ഒക്കെ വന്നിട്ടുണ്ടാവും. നമ്മളിവിടെ ഉരുളക്കിഴങ്ങാണ് അതിൻ്റെ അടയാളം നോക്കാറ്. ജസ്റ്റ് ഒരു തിള വന്നിട്ടുള്ളൂ, നല്ലപോലെ തിളയ്ക്കണം കേട്ടോ. അതിന് മുമ്പേ അങ്ങനെ ഓപ്പൺ ആക്കാൻ പാടില്ല. ഈ ഒരു തിള വരുമ്പോൾ മാത്രം ഓപ്പൺ ആക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് അറിയില്ല കറക്റ്റ് ആണോ എന്ന്. പിന്നെ വീണ്ടും അടച്ചു വെക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് വേവാനുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഒരു 1/4 വേവാകുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഇതിലോട്ട് വഴുതനങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. വഴുതനങ്ങ ഇനിയും ഇട്ട് കൊടുക്കുക. ഇതിൽ കഷ്ണങ്ങൾ ഒരുപാടുള്ളത് കൊണ്ടാണ് ക്വാണ്ടിറ്റി ഉണ്ടാവുന്നത് കേട്ടോ കറിക്ക്. നിങ്ങൾ കുറച്ച് കറി മതിച്ചാൽ അതിനനുസരിച്ച് കഷ്ണങ്ങൾ കുറവെടുത്താൽ മതി. പിന്നെ ഞാനിവിടെ 2 തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം തിക്ക് വേണ്ടേ, അപ്പോൾ 2 തേങ്ങ അരച്ചതും മല്ലിയില കറിവേപ്പിലയൊക്കെ ധാരാളം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് ചെറിയൊരു തിളയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിത് ഓഫാക്കാം. ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒരിക്കൽ കൂടെ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ കോഴിയും കുമ്പളങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലുണ്ടല്ലോ ഈ സ്പൈസസ് ഒക്കെ വറുത്ത് പൊടിച്ചിടുകയാണെങ്കിൽ ശരിക്കും ഒരു നാടൻ ടേസ്റ്റ് ആട്ടോ അപ്പോൾ വരിക. ഞാനത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ ലോങ് പ്രോസസ് ആണ്, അതുകൊണ്ടാണ് ഞാനിപ്പം അതിലോട്ട് അധികം മെനക്കെടാത്തത് കേട്ടോ. പക്ഷെ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ഭയങ്കര ഫ്ലേവറാ. അപ്പൊ എന്തായാലും പിറ്റേ ദിവസം മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എനിക്ക് അന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞങ്ങൾ കഴിക്കണത് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം കുക്കിംഗ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല ക്ഷീണം ഒക്കെ ആയിട്ടോ. ഡയറ്റും എടുക്കല്ലേ. പിറ്റേ ദിവസം രാവിലെ ജിമ്മിലൊക്കെ പോയി വന്നിട്ട് ചായ കുടിച്ചോണ്ടിരിക്കുക കേട്ടോ ഞാന്. ഇനി നമുക്ക് എന്താണ് കുറേ ഉണ്ട്. ജിനി മലബാറിലെ മിൽക്ക് പിശുക്കുന്നതല്ല കേട്ടോ, അവർക്ക് ബ്ലാക്ക് ടീ ആണ് ഇഷ്ടം. ഓക്കെ, 2 പ്രാവശ്യം കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ. പുറത്ത് ബാത്റൂം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്, ഇപ്പൊ ആരും യൂസ് ചെയ്യാറില്ല. വെറുതെ കെട്ടിയിട്ട പോലെയാണ് കേട്ടോ. ഞാൻ എൻ്റെ റൂമിലത്തെ ഞാൻ പണ്ട് മുതലേ ഞാൻ എൻ്റെ റൂമിലത്തെ ബാത്റൂം തന്നെയാണ് യൂസ് ചെയ്യാറ്. പുറത്ത് കുളിച്ചോണ്ടിരുന്നത് ഉമ്മയും പിന്നെ അയാനും റിഹാനും ആയിരുന്നു കേട്ടോ. ഇപ്പൊ അവർ രണ്ടുപേരും പുറത്തു പോകാറില്ല, ഉമ്മയും പോവാറില്ല. അതിന് വല്ലപ്പോഴും ഒന്ന് പോയിട്ട് ക്ലീൻ ചെയ്തെടുക്കും, അത്രേ ഉള്ളൂ കേട്ടോ. യൂസ് ചെയ്യാറില്ല ഇപ്പോൾ. പണ്ട് ഇങ്ങനെ പുറത്ത് ബാത്റൂം വേണമെന്ന് പറഞ്ഞിട്ട് ഈ അടുത്താണ് അത് കെട്ടിയത്. ഇവിടെ വീട് കെട്ടുന്ന സമയത്തൊന്നും പുറത്തുണ്ടായിരുന്നില്ല കേട്ടോ ബാത്റൂം. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ ബിരിയാണി ചൂടാക്കി എടുക്കുകയാണ്. സ്കൂളിലോട്ട് ഞാൻ അതന്നെ ആക്കാന്ന് വിചാരിച്ചു. ഞാൻ നന്നായിട്ട് ചൂടാക്കി അതിൻ്റെ ആവി കുറച്ച് പോയ ശേഷം പാത്രത്തിലോട്ട് ആക്കി എടുക്കാറ് കേട്ടോ. പിന്നെ കറിയൊന്ന് ചൂടാക്കി. ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. സൺഡേ കഴിഞ്ഞതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാവില്ലേ, ഫുഡൊക്കെ ബാക്കി വന്ന്. ഏറെക്കുറെ വീടുകളിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. പിന്നെ ഇവിടെ കറി വെച്ചതും ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ പത്തിരിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പത്തിരി ഉണ്ടായിരുന്നു ബാക്കി, അപ്പൊ അതിനെ ഒന്ന് ആവി കയറ്റി എടുക്കാന്ന് വിചാരിച്ചു. ആവി കയറ്റും എടുക്കുമ്പോൾ സോഫ്റ്റ് ആവുന്നുണ്ട്, ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. കല്ലിൽ ചൂടാക്കിയാലും മതി കേട്ടോ, നല്ലത് അതന്നെയാണ്. അങ്ങനെ ഞാൻ പത്തിരിയും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അടിപൊളി ചായ, സൂപ്പർ, എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഹാപ്പി സൺഡേ, ഓസം ഡേ. ഓക്കെ, ഹാപ്പി സൺഡേ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ജിനി സുഖാണോ? അതേ, സുഖമായിട്ടിരിക്കുന്നുണ്ട്. സൂപ്പർ. ഞാൻ കൊടകുന്നാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കൊടകിന്നാണോ? ഓക്കെ, അങ്ങനെ എന്തോ ആണ്, എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. പിന്നെ അതേപോലെ ഞാൻ FBയിൽ ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടി അതൊക്കെ അവിടെ ചൂടാക്കി വെച്ച ശേഷം അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. രാവിലെ ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന കുറച്ച് ദിവസങ്ങളേ ഉണ്ടാവാറുള്ളൂ. പ്രത്യേകിച്ച് സൺഡേ കഴിഞ്ഞിട്ടുള്ള മൺഡേകളിലൊക്കെ കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റാറുണ്ട്. കാരണം ഫുഡ് ഉണ്ടാവും ബാക്കി, അതുകൊണ്ടാണ് കേട്ടോ.
പിന്നെ റിഹാൻ റെഡിയായി വന്നു. അയൻകുട്ടി നേരത്തെ തന്നെ പോയിട്ടോ. അവന് ഫുള്ള് ഫുട്ബോൾ ക്യാമ്പ്, ഫുള്ള് ടാൻ അടിച്ചിട്ട് കുട്ടീനെ മനസ്സിലാവുന്നില്ല, അങ്ങനെ ആയിട്ടുണ്ട്. മെലിയും ചെയ്തിട്ടുണ്ട്, മുടിയും വളർന്ന് ആകെ ഒരുമാതിരി കോലായിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ച് വലുതാവണം അവരൊക്കെ ഒന്ന് ശരിയാവണമെങ്കിൽ അല്ലെ. അവരെന്നെ കെയർ ചെയ്ത് അവരുടെ ബ്യൂട്ടി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ തുടങ്ങിയാൽ മാത്രമേ അവര് ശരിയാവുള്ളൂ തോന്നുന്നു. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ വരുമായിരിക്കും, നോക്കാം. ഇപ്പൊ പിന്നെ ഫുള്ള് മൈൻഡ് എന്താണ്, എന്താ പറയാ, കളിക്കണം, ഫുട്ബോൾ കളിക്കണം, ഇതേ തന്നെയായിരുന്നു കേട്ടോ മൈൻഡ്. പിന്നെ 4 ഗ്ലാസ് ചായക്ക് 1 സ്പൂൺ ഷുഗർ ചേർക്കാറുള്ളൂ. അതെ, അതുകൊണ്ടല്ലേ ഞാൻ ഡയറ്റ് എടുക്കുമ്പോൾ എൻ്റെ ചായ കട്ട് ചെയ്യാത്തത്. കാരണം എല്ലാവരുടെയും പോലെ പായസം ഉള്ള ഷുഗർ ഞാൻ പായസത്തിനെ പോലെ ഷുഗർ ഇട്ടിട്ടുള്ള ചായ ഇവിടെ ഉണ്ടാക്കാറില്ല കേട്ടോ. ചായയിൽ മധുരം ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിൽ വല്ലപ്പോഴും ഇച്ചിരി കൂടിയാൽ തന്നെ നമുക്ക് അതൊരു ഇതാണ്. ഇപ്പൊ 2 പേരുടെ ലഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കെട്ടി. പിന്നെ എക്സ്ട്രാ ഒരു ബോക്സും കൂടെ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു റിഹാന്റെ ഫ്രണ്ട്സിനൊക്കെ. അപ്പൊ ഇച്ചിരി മധുരം കൂടിയാൽ തന്നെ നമുക്ക് പറ്റൂല കേട്ടോ. അതേപോലെ ഞാൻ ഇവിടെ ചായ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ പോയിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉമ്മാക്ക് ഞാൻ ഇടുന്ന മധുരം കൂടുതലാണ് അത്ര. ഉമ്മ ഷുഗർ ഇല്ലാത്ത ചായ കുടിക്കുക, അതുകൊണ്ടായിരിക്കാം ഞാൻ ഇടുന്ന മധുരം കൂടുതലാണ് പറയും എന്നോട്. അങ്ങനെയാണ്, ഇവിടെ 1 സ്പൂൺ ഇടുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എക്സ്ട്രാ ഒരു ലഞ്ച് ബോക്സും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് അവിടെ വെച്ച് കെട്ടി ഞാൻ നെക്സ്റ്റ് കമന്റ്സും കാര്യങ്ങൾക്കൊക്കെ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഞാൻ FBയിൽ ഇപ്പോൾ കുറച്ച് റിപ്ലൈ കൊടുക്കൽ എനിക്ക് പറ്റാതായിട്ടുണ്ട്. എന്നാലും നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ. FBയിൽ ഞാൻ ഒത്തിരി പോസ്റ്റ് ചെയ്യണതല്ലേ ഒരു ദിവസം, അതുകൊണ്ട്. പിന്നെ സൂപ്പർ പാചകം പറയുന്നുണ്ട്. പൂച്ച സാറ് നോക്ക് കാവലിരിക്കുന്നത് നമ്മുടെ ഗേറ്റിന് മുന്നിൽ. നല്ല രസമുണ്ടല്ലേ കാണാൻ. അങ്ങനെ റിഹാൻ റെഡിയായി വന്നിട്ടുണ്ട്. ഷൂ ഒക്കെ ഇട്ടിട്ട് ഇനി അവൻ പോകട്ടോ. എൻ്റെ ഷൂ റാക്കിൽ അത്യാവശ്യം പൊടി പിടിച്ചിട്ടുണ്ട്, ഇതൊന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ വിചാരിച്ചത് ഇതിലോട്ട് ഷൂ വെച്ച് കഴിഞ്ഞാൽ ഷൂലൊന്നും പൊടി പിടിക്കില്ല എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ ഏതൊരു സാധനം അനക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ പൊടി പിടിക്കുന്ന എനിക്കറിയാം. പിള്ളേർ യൂസ് ചെയ്യാത്ത സാൻഡിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു പൊട്ട ചെരുപ്പന്നെ ഇങ്ങനെ ഇട്ടിട്ട് പോകും. ഞാൻ എന്നിട്ട് ഇവനോടല്ല അയാനോട് പറഞ്ഞു, ഈ ചെരുപ്പിനി നീ ഇവിടെ വന്നാൽ കാണൂല, ഞാൻ എടുത്ത് കളയും, ഇതിൻ്റെ ഉള്ളിൽ എത്ര സാൻഡിൽ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇന്ന് പറഞ്ഞേ ഉള്ളൂ. അതൊക്കെ അവന് ഏറെക്കുറെ എന്നെ പോലെയൊക്കെ തന്നെയാണ്. ഇഷ്ടപ്പെട്ടൊരു സാധനം എത്ര കേട് വന്നാലും യൂസ് ചെയ്യും. ഞാനും അങ്ങനെ തന്നെ കേട്ടോ. എനിക്ക് ഇഷ്ടമാണെങ്കിൽ അത് കീറിപ്പാറിയാലും ഞാൻ യൂസ് ചെയ്യും. ഇഷ്ടമല്ലെങ്കിൽ എത്ര പുതിയതാണെങ്കിലും ഞാൻ യൂസ് ചെയ്യൂല. അപ്പൊ പിന്നെ പിള്ളേരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാലും നമ്മൾ ചെയ്ത മിസ്റ്റേക്കുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയൂലേ. അങ്ങനെ ഞാൻ വേഗം ഒന്ന് അവിടേക്ക് ഒന്ന് സെറ്റാക്കി എടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ചപ്പാത്തി ഉണ്ടാക്കണം, കറിയുണ്ട്, പിന്നെ കുറച്ച് പത്തിരി ഇരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ പൈനാപ്പിൾ എടുക്കാൻ വിചാരിച്ചു, പിന്നെ റോബസ്റ്റ് എടുക്കാൻ വിചാരിച്ചു. ഇന്ന് എഗ്ഗ് പുഴുങ്ങിയത് എടുക്കുന്നില്ല കേട്ടോ. പിന്നെ കുറച്ചധികം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, ഇനി അതൊക്കെ ഒന്ന് കഴുകി എടുക്കണം. ഇന്ന് കംപ്ലീറ്റ് മുറ്റൊക്കെ അടിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇടയ്ക്ക് ആരെങ്കിലും കോൾ ചെയ്താല് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ബിസി ആയി കഴിഞ്ഞാൽ സമയം പോണതേ അറിയില്ല അല്ലെ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അതേപോലെ ഒരാൾക്ക് 600 രൂപ വെച്ചാണോ ക്ലീനിങ്ങിന് കൊടുക്കുന്നത് ചേച്ചിമാർക്ക്? നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാ കൊടുക്കുന്നത്? ഇവിടെ 600 രൂപ കൊടുക്കണം വിത്ത് 10 മണി ചായ, 4 മണി ചായ. 10 മണിക്ക് നമ്മൾ സ്നാക്കോ അല്ലെങ്കിൽ പലഹാരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. പിന്നെ ലഞ്ച് ആവശ്യമില്ല. പിന്നെ ജിനിയുടെ വീഡിയോ കാണാൻ വലിയ ഇഷ്ടമാണ്, സജിത കൊച്ചി. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എങ്ങനെയാണ് അപ്പോൾ കൊടുക്കാറുള്ളത്? ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം ക്ലീനിങ്ങിന് ഒരുപാട് ടൈം വൈകി നമ്മൾ വിളിക്കാൻ. ഒരു 4-5 മാസത്തോളം ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് 3 ദിവസം എടുത്തിട്ടും ക്ലീന് ഫുള്ളായിട്ടില്ലാത്ത പോലെ ആയിട്ട് പിറ്റേ ദിവസം ചേച്ചി വന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ. മുറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ കംപ്ലീറ്റ് ഒന്നിച്ചങ്ങ് ചെയ്യാറാണ്. അങ്ങനെ ചപ്പാത്തിയൊക്കെ വേഗം റെഡിയാക്കി എടുത്ത് കറിയൊക്കെ ഒന്ന് വിളമ്പി എടുക്കുകയാണ്. പിന്നെ നമുക്ക് കുറെ ഹാർട്ട് തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് 2 കമന്റ് വായിക്കാനേ പറ്റുന്നില്ല. റഷീദ എഴുതിയൊരു കമന്റ്, പിന്നെ വേറൊരു കമന്റ് കേട്ടോ. എനിക്കത് വായിക്കാൻ കിട്ടുന്നില്ല. അതാണ്, നിങ്ങൾ മംഗ്ലീഷിൽ എഴുതിയാൽ മതി, മലയാളം വേണമെന്നൊന്നുമില്ല. പക്ഷെ ഫിംഗർ ഗ്യാപ്പ് വിട്ടിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അതെന്താണ് നിങ്ങൾ പറയണത് വെച്ചാൽ അത് കിട്ടും കേട്ടോ.
പിന്നെന്താണ്, സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നത് വളരെ സംതൃപ്തിയും സന്തോഷം തരുന്ന കാര്യമല്ലേ. ഞാനൊക്കെ കുട്ടികൾ ഉണ്ടായപ്പോൾ പോലും ഒരു മാസം മാത്രമേ എനിക്ക് വിശ്രമം ഉണ്ടായിട്ടുള്ളൂ. ആരുമില്ല, അതാണ് കാര്യം. അമ്മ കിടപ്പിലായപ്പോഴും ഒറ്റയ്ക്ക് തന്നെ. ഇപ്പോൾ പഴയ പോലെ ഓടിച്ചാടി ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് സങ്കടം. അപ്പോൾ ജിനിയുടെ വീഡിയോ എനിക്കൊരു ഇൻസ്പിറേഷൻ ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ലൊരു കമന്റ് അല്ലേ. നമുക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ഒരാൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് പറയാനും വേറെ ഒരാൾക്ക് യാതൊരുവിധ അധികാരവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. സൂപ്പർ വീഡിയോ ഇത്ത. കഴിഞ്ഞ വ്ലോഗിൽ പറയാൻ മറന്നു, ഹാപ്പി ബർത്ത്ഡേ ഇക്ക. റിഹാന്റെ ഡ്രോയിങ് സൂപ്പർ, നന്നായിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. റിഹാനോട് ഡ്രോയിങ് ശ്രദ്ധിക്കാൻ പറയണം, ഇക്ക എല്ലാവർക്കും കിട്ടുന്ന കഴിവല്ല. ഓക്കെ, പറയണം, ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന കഴിവല്ല. അതെ അതെ, അത് ഇത്തയുടെ ഡ്രസ് നന്നായിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. അത് എല്ലാവർക്കും ഒന്നും കിട്ടൂല. ഞാനും ഡ്രോയിങ് ഒക്കെ ചെയ്യും, പക്ഷെ അവന്റെ അത്രയൊന്നും ചെയ്യൂല കേട്ടോ. എനിക്ക് പിന്നെ ചെയ്യുന്ന കാര്യം ഭയങ്കര നീറ്റായിരിക്കണം. അവൻ വരച്ചു തുടങ്ങുമ്പോൾ ഞാൻ വിചാരിക്കും ഇതെന്ത് ഈ കാണിക്കണേ, ഒരു നീറ്റും ഇല്ല എന്നൊക്കെ വിചാരിക്കും കേട്ടോ. പിന്നെ വരച്ചു കഴിയുമ്പോൾ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടാവും. ഞാനങ്ങനെയല്ല, ഞാൻ വരയ്ക്കുമ്പോൾ തന്നെ ഭയങ്കര നീറ്റാക്കിയിട്ട് ഇങ്ങനെ വരച്ചു വരും. എവിടെയെങ്കിലും മിസ്റ്റേക്ക് ആയിട്ട് നമ്മളത് മായ്ക്കുമ്പോൾ മൊത്തത്തിൽ മായ്ക്കേണ്ട അവസ്ഥ വരും കേട്ടോ. അവന് ഔട്ട് കൊടുത്തിട്ട് പതുക്കെ പതുക്കെ അങ്ങനെ ഓരോന്നും കളറും ഷെയ്ഡും ഒക്കെ കൊടുത്തു വരുമ്പോൾ അത് സെറ്റ് ആവും കേട്ടോ. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള ചായ എല്ലാം കുടിച്ചു. ഇനി നമുക്ക് തുണികള് തോരിടാനും എടുക്കാനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പാത്രം കഴുകല് അത് കഴിഞ്ഞു. അടിച്ചു വാരണം, ബെഡ്ഷീറ്റ് റെഡിയാക്കണം, ഡ്രസ്സുകൾ എടുത്തു വെക്കണം, പിന്നെ എന്താ അങ്ങനത്തെ കുറെ കാര്യം. ഇന്നലെ അത്യാവശ്യം ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ, വാഷ് ചെയ്തത്, ഇക്ക കൊണ്ടുവന്നതും നമ്മുടെ ഇവിടെ ഉള്ള ഡ്രസ്സുകളും ഒക്കെ. അങ്ങനെ എന്താ വേഗം വേഗം ഒന്ന് അതെടുത്ത് മാറ്റി എടുക്കുന്നുണ്ട്. പിന്നെന്താണ്, നമ്മളോട് ഫസ്റ്റ് വെയിറ്റ് ലോസിന് മിൽക്ക് അവോയ്ഡ് ചെയ്യാനാണ് പറയുന്നത്. എന്നെ കൊണ്ട് പറ്റണേ ഇല്ല ചായ. ഞാൻ ട്രൈ ചെയ്ത് നോക്കാല്ലേ, അല്ലാണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ. എന്തായാലും ഞാൻ സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണ ഒരു കാര്യമല്ലേ. ഇനിയിപ്പോൾ ചായ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഒരു മാസം ഞാനതങ്ങ് അവോയ്ഡ് ചെയ്ത് നോക്കട്ടെ, പറ്റുമെന്നറിയില്ല. നല്ല കടുപ്പത്തിലൊരു ചായ ഒരു വികാരം തന്നെയാണ്. ചായ പ്രേമികൾ ഓക്കെ, ലൈക്ക് അടിക്കൂ എന്ന് പറയുന്നുണ്ട്, നോക്കാം അല്ലേ. പിന്നെ ചായപ്പൊടി ഏതാണ് പ്ലീസ് റിപ്ലൈ എന്ന്. ഞാൻ ഈ ചായയുടെ ചായയുടെ വീഡിയോ ഇട്ടതിൽ ചായപ്പൊടി ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഈ വ്ലോഗിൽ ഞാൻ ടാഗ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അവർ കമന്റ് ഇട്ടിട്ട് പോവും, പിന്നെ നമ്മൾ പറയണതൊന്നും കേൾക്കാനും ഉണ്ടാവില്ല, അതാണ് ഒരു പ്രശ്നം. അതേപോലെ ചോറ് കുക്കറിൽ വെക്കരുത് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കുക്കിംഗ് ഒക്കെ ഭയങ്കര ഈസി ആവാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കുന്നത്. എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട്. പണ്ടത്തെ ആൾക്കാർക്ക് ഇതിന്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ അവര് വെച്ചില്ല. ഈ മെഷീനൊക്കെ യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യരുത് അങ്ങനെ ഇങ്ങനെ. പക്ഷെ എന്തെല്ലാം യൂസ് ചെയ്താലും എന്തെല്ലാം ചെയ്താലും നമ്മള് വർക്കൗട്ടും കാര്യങ്ങള് കറക്റ്റായി ഫുഡ് ബാലൻസ്ഡ് ഡയറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റൂലേ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ അങ്ങനെയാണ് വിചാരിക്കാറ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തിരക്ക് പിടിച്ച ലൈഫ് സ്റ്റൈലൊക്കെ വരുമ്പോൾ അതിന്നൊക്കെ ഓരോരോ ഇത് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ കുക്കർ, ഓവന്, പിന്നെ എയർ ഫ്രയർ, ഡിഷ് വാഷർ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് അല്ലേ. പിന്നെ തൈരും മുളകും ഉണങ്ങുന്നതിന്റെ റെസിപ്പി പറയാമോ? തൈരും മുളകും, അയ്യോ, ഉണക്കുന്നതിന്റെ കൊണ്ടാട്ടം ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. ഒന്നാമത് ആദ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അരി വെച്ചിട്ട് ചോറ് വെച്ചിട്ട് ഒരു വറ്റല് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അന്നൊക്കെ അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഉണ്ടാക്കാനൊക്കെ. ഒരു ദിവസം റേഷനരി വാങ്ങിച്ചപ്പോൾ ഒരുപാടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനെ അങ്ങ് കുക്ക് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ട് ചൂടൊക്കെ ആറിയിട്ട് കേട്ടോ, ജീരകം, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് അടിച്ചെടുക്കും. എന്നിട്ട് അത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നതിന്റെ അച്ചിൽ ഇങ്ങനെ പല ഷേപ്പുകളും ഉണ്ടാവൂലേ, അതിലിങ്ങനെ പീച്ചുകാണ്ട് വെയിലത്തിട്ട് ഉണക്കി വറുത്തപ്പം ഉണ്ടല്ലോ, ആകെ കൊളായി. അതോടുകൂടി ഞാൻ ആ സംഭവം നിർത്തിയതാണ് കേട്ടോ. അതിന് മുമ്പേയൊക്കെ ഉണ്ടാക്കിയത് ശരിയായിരുന്നു, ബൾക്കായിട്ട് ഉണ്ടാക്കിയപ്പോൾ ആകെ കൊളായപ്പോ വെറുത്തിട്ട് നിർത്തുക എന്ന് പറയില്ലേ, വെറുത്തിട്ട് നിർത്തിയതാണ്. പിന്നെ ഞാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തൈരും മുളക് ഒന്നും ശരിയാവുന്നില്ല കേട്ടോ. തുടക്കുന്ന കോൽ മാറ്റിക്കൂടെ, പറഞ്ഞതിൽ ഒന്നും വിചാരിക്കില്ലേ. അത് ബ്ലാക്ക് കളറാണ് കേട്ടോ, വൈറ്റ് ബ്ലാക്ക് ആയതല്ല, ബ്ലാക്ക് കളറാണ് കേട്ടോ അത്. പിന്നെ തൊലിപ്പയർ
ഇഷ്ടമാണോ അത്? അത് നമ്മൾ ഇന്നലെ നെയ്തലിയിൽ പോയപ്പോൾ ഉമ്മാൻ്റെ ഉമ്മ തന്നതാട്ടോ. നല്ല പയറായിരുന്നു. പിന്നെ ഉപ്പാക്ക് കുറച്ച് ചോറ് വെക്കണം, കുറച്ച് ബിരിയാണി ബാക്കിയുണ്ട്. അപ്പോൾ ഉമ്മയൊക്കെ അത് കഴിക്കും. എനിക്ക് ചപ്പാത്തി ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ചോറ് വെച്ചു, പിന്നെ തൊലിപ്പയർ വെച്ചിട്ട് ഉപ്പേരി വെച്ചു. അതിനൊക്കെ ഇന്ന് കഴുകിയെടുത്തു കേട്ടോ. ഇന്ന് ഫുള്ള് കോള് വന്നുകൊണ്ടേയിരിക്കുന്നു കേട്ടോ. അതാണ് ഇങ്ങനെ അടിയിലടിയിൽ കോള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പയർ വെക്കുമ്പോൾ നമ്മൾ എണ്ണയിലോട്ട് ചെറിയ ഉള്ളിയും അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് താളിച്ചിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് പയറിട്ടിട്ട് ഉപ്പിട്ടിട്ട് അത് ആ എണ്ണയിൽ തന്നെ കിടത്തി അങ്ങ് വേവിച്ചെടുക്കും കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കൂല. ഇച്ചിരി എണ്ണ കൂടിപ്പോയില്ലേ, ഞാൻ എന്നിട്ട് ചെരിച്ച് വെച്ചിട്ട് എണ്ണയൊക്കെ മാറ്റിയിട്ടാന്ന്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ അത് സംഗതി സെറ്റ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് അത്യാവശ്യം വലിയ വ്ലോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിച്ച എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനലും FB പേജും ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ എന്താണ്, വേറെ ഒന്നുമില്ലല്ലോ. എന്തായാലും എൻ്റെ ചിരിയിൽ തുടങ്ങിയ വ്ലോഗ് എൻ്റെ ചിരിയിൽ തന്നെ അങ്ങ് അവസാനിക്കട്ടെ അല്ലേ. ഇനി മറ്റൊരു വ്ലോഗായിട്ട് കാണാം. 2-3 ദിവസം ഞാൻ കുറച്ച് വലിയ വ്ലോഗ് ഇടാൻ ശ്രമിക്കാം. അപ്പൊ എല്ലാവർക്കും ബൈ.